ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമ്മൾ കുറേ നാളായില്ലേ അച്ചാറൊക്കെ ഉണ്ടാക്കിയിട്ട്. ഇവിടുത്തെ അച്ചാറും തീരാനായി. നെല്ലിക്ക അച്ചാർ കുറച്ചുകൂടെ ഉണ്ട്. നെല്ലിക്ക അച്ചാർ ഉണ്ടാക്കുമ്പോൾ ഞാൻ സിമ്പിളായിട്ട് ഉണ്ടാക്കിയതായിരുന്നു, പക്ഷേ ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ഇനി ഉണ്ടാക്കുമ്പോൾ വീഡിയോ ഇടാട്ടോ. അപ്പം നമ്മളിന്ന് ഓർക്കാപ്പുളി അച്ചാറാണ് ഉണ്ടാക്കണേ. ഓർക്കാപ്പുളി ഇവിടെ ഇരുമ്പിപ്പുളി എന്നാണ് പറയുക. എൻ്റെ വീട്ടിലൊക്കെ ഞങ്ങൾ മലപ്പുറത്ത് ഓർക്കാപ്പുളി എന്നാണ് പറയുക. അതിനത്രയും പുളിയാണല്ലോ. അത് തിന്നുമ്പോൾ പുളി ഓർക്കും. അതുകൊണ്ടാണ് അതിന് ഓർക്കാപ്പുളി എന്ന് പറയുന്നതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. ഇത് വെളുത്തുള്ളി ഞാൻ കുറച്ചുകൂടെ ഇതിൻ്റെ ഇരട്ടി ഉണ്ടായിരുന്നു. ഞാൻ മിനിയാന്ന് തൊളിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ ഓരോ ആവശ്യത്തിന് എടുത്തെടുത്ത് അത് കുറഞ്ഞു. അപ്പോൾ ഇന്നെന്തായാലും അച്ചാറുണ്ടാക്കാമെന്ന് തന്നെ വിചാരിച്ച് അച്ചാറുണ്ടാക്കാൻ പുറപ്പെട്ടാണ്. ഇതിലേക്ക് ആവശ്യമായുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ എടുത്ത് വെച്ചാണ്. അച്ചാർ പൊടിയുണ്ട്, സുറുക്കുണ്ട്, ശർക്കരപ്പാനിയുണ്ട്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, എണ്ണ, കായംപ്പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കരിവേപ്പില, പിന്നെ ഓർക്കാപ്പുളി. ഇതാ ചട്ടി നമ്മൾ ചൂടാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉലുവയും കടുകും വേണം. അതും ഇതിൽ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ നമ്മൾ എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം കടുക് ഉലുവയാണ് കേട്ടോ ഇടുന്നത്. പിന്നെ എനിക്കിപ്പോഴും ചിലപ്പോൾ കൺഫ്യൂഷനാണ്, ആദ്യം ഉലുവ ഇടണോ കടുക് ഇടണോയെന്ന്. ഞാൻ കുക്കിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ഓരോന്ന് നോക്കുമ്പോൾ ചിലർ ആദ്യം ഉലുവ ഇടും, പിന്നെ കടുക് ഇടും. പക്ഷെ ഞാനിവിടെ ആദ്യം ഉലുവയാണ് ഇട്ടത്, പിന്നെയാണ് കടുക് ഇട്ടത്. പിന്നെ അധിക പേരും ഉലുവയാണ് ആദ്യം ഇടുന്നത് കണ്ടത്, പക്ഷേ തിരിച്ചിടുന്നവരും ഉണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ആദ്യം ഉലുവയാണോ കടുകാണോ ഇടുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. ഞാനിത് അച്ചാറുണ്ടാക്കുമ്പം തന്നെ അതിൻ്റെ കൂടെ പറഞ്ഞിട്ടാണ് ചെയ്തിരുന്നത്. പക്ഷേ അതിൻ്റെ ഈ കടുക് പൊട്ടുന്ന ഉലുവ പൊട്ടുന്ന ഇതൊക്കെ ഇടുമ്പോൾ ഉള്ള സൗണ്ട് കുറച്ച് അധികമായി തോന്നി എനിക്ക്. അപ്പം ഞാൻ പിന്നെ വിചാരിച്ചു വോയിസ് ഓവർ കൊടുക്കാമെന്ന്. നമ്മൾ പിന്നെ ഇതൊക്കെ ഇടുമ്പോൾ ആശി എന്നുള്ള സൗണ്ടൊക്കെ ഇല്ലേ, നല്ല രസമല്ലേ കേൾക്കാൻ. എനിക്കിഷ്ടം കേട്ടോ അത്, മീൻ പൊരിക്കുന്ന സൗണ്ടൊക്കെ. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ ഇടാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ വോയിസ് അതിൽ കുറഞ്ഞു പോയി. ഇതിലെ കുക്കിങ്ങിൻ്റെ ഓരോന്ന് ഇടുമ്പോഴുള്ള സൗണ്ടും ഇളക്കുന്ന സൗണ്ടൊക്കെ കുറച്ച് അധികം ആയി തോന്നി. പിന്നെ വോയിസ് ക്ലിയർ ആവില്ലേ എന്നൊരു ഡൗട്ട് വന്നിട്ട് ഞാനത് മാറ്റി വോയിസ് ഓവർ എടുക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ ഇയ്യാത്ത് വന്ന് എനിക്കത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് മുളകൊക്കെ എടുക്കാൻ നോക്കുന്നുണ്ട്. അങ്ങനെ അവളെ മാറ്റി സാധനമൊക്കെ മാറ്റി വെച്ചപ്പോൾ വെളുത്തുള്ളി കുറച്ചൊന്ന് ഇതായിപ്പോയി. ആദ്യം ഉലുവ ഇട്ട് പിന്നെ കടുക് രണ്ടും പൊട്ടിയിട്ടാണ് കേട്ടോ ഞാൻ വെളുത്തുള്ളി ഇട്ട് കൊടുത്തത്. വെളുത്തുള്ളി ഞാൻ ഇതിൽ കുറച്ചേ ഉള്ളൂ. ഞാൻ തൊളിക്കാൻ മടിച്ചിട്ട് എടുക്കാണ്ടിരുന്നതാണ്. അപ്പോൾ വെളുത്തുള്ളി കുറച്ചൊന്ന് ബ്രൗണായി, കുഴപ്പമില്ല, നല്ലോണം വാടിയതാണ്, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ പിന്നെ ഞാൻ ഇഞ്ചി ഇട്ടിട്ടുണ്ട്. വെളുത്തുള്ളി എത്രത്തോളം ഇടുന്നു അത്രത്തോളം ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി ഉണ്ടെങ്കിൽ അധികം ഇടാൻ നോക്കുക. പിന്നെ പച്ചമുളക് ഇട്ടിട്ടുണ്ട്, കുറച്ച് വലുതായി കട്ട് ചെയ്തതാണ്. മക്കളൊക്കെ അച്ചാർ കഴിക്കുന്നതുകൊണ്ട് അവർക്ക് മുളക് അറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു 5 പച്ചമുളക് എടുത്തിട്ടുള്ളൂ കേട്ടോ. അധികം എരിവ് വേണ്ടെന്ന് കരുതി. ഇവിടെ മക്കളൊക്കെ അച്ചാർ കഴിക്കും, അപ്പോൾ അവർക്ക് അധികം എരിഞ്ഞ് കഴിക്കാണ്ടിരിക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് കുറച്ചൊരു മധുരത്തോട് കൂടിയായിട്ട് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഞാൻ എൻ്റെ ഒരുവിധം അച്ചാറുകളിൽ ബീഫ് അച്ചാറും മീനച്ചാറിലൊന്നും കൂട്ടില്ല. ബാക്കിയുള്ള ഒരുവിധ അച്ചാറിലൊക്കെ മധുരം ചേർക്കാറുണ്ട് കേട്ടോ. ശർക്കരപ്പാനി അല്ലെങ്കിൽ പഞ്ചസാര. പിന്നെ അപ്പോൾ ഞാൻ പച്ചമുളകും ഇട്ട് ഉപ്പ് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മളതിലേക്ക് ഓർക്കാപ്പുളി ഇട്ട് കൊടുത്തിട്ട്, അത് നല്ല പച്ച ഓർക്കാപ്പുളിയാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് കുറച്ചൊന്ന് മൂത്താന്ന് തോന്നും, പക്ഷേ നല്ല പച്ചയാണ്. അപ്പോൾ അത് കുറച്ചൊന്ന് വഴണ്ട് വന്നാലാണെന്ന് സോഫ്റ്റ് വരും. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഒന്ന് വഴണ്ട് വരാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മസാലകളൊന്നും ഇട്ടിട്ടില്ല. ഇനി കുറച്ച് കായപ്പൊടി ഇടും, അച്ചാർപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ഇനി ഇടണം. ഇപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളിയും, പച്ചമുളകും, കരിവേപ്പിലയും ഇത് ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഉപ്പ് ജസ്റ്റ് ഒന്ന് ഇതിൽ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓർക്കാപ്പുളിയൊക്കെ വീട്ടിൽ വെറുതെ, ചില വീട്ടിലൊക്കെ വെറുതെ ഉണ്ടായി വേസ്റ്റായി പോവുക ചെയ്യുക. അതുപോലെ അച്ചാറൊക്കെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്, ചമ്മന്തിക്കും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഉള്ളവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഇത് ഞാൻ കായപ്പൊടി ഇടാൻ നോക്കി, അപ്പോൾ അതിൻ്റെ ഉടനെ വരുന്നില്ല. അപ്പോൾ ഞാൻ അത് നോക്കി രണ്ടാമത് ഇട്ടതാണ് കേട്ടോ. ഇട്ടത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി തോന്നുന്നു. ഇട്ട് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതാ കുറച്ചിട്ടിട്ടുണ്ട് കേട്ടോ കായപ്പൊടി. പിന്നെ 1/2 സ്പൂണ് വീതം മുളക് പൊടി 2 പ്രാവശ്യം, 1 സ്പൂൺ നിറച്ചുണ്ടാവും മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് അച്ചാർ പൊടി,
പിന്നെ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ രണ്ടാമത് പിന്നെയും ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒന്നും കൂടി കുറുകി വരാൻ വേണ്ടിയിട്ട്, നമുക്ക് കായം പോലെ കിട്ടാൻ വേണ്ടിയിട്ട് രണ്ടാമത് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് അച്ചാർപ്പൊടി ഞാൻ ഇട്ടിട്ടുള്ളൂ. പിന്നെ അച്ചാർപ്പൊടിക്ക് നല്ല എരിവുണ്ടാവുമല്ലോ. 1 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്, പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി അധികം എരിവ് വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ അച്ചാർപ്പൊടി കുറച്ചേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് നമ്മൾ ഇളക്കി കൊടുക്കുക. അതിന് ശേഷമാണ് പിന്നെ ഇത് ഓർക്കാപ്പുളിയാണ്, നല്ല പുളിയുള്ള സാധനമാണ്. അപ്പോൾ നമ്മൾ സുർക്കൊക്കെ ചേർക്കുമ്പോൾ വെള്ളം ചേർത്ത് തിളപ്പിച്ചിട്ട് അതിൽ പുളി കുറവുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നല്ല പുളിയുള്ളതുകൊണ്ട് ഞാൻ സുർക്ക വളരെ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. ഇതാ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടോ, മസാല ഒക്കെ ഇട്ടൊന്ന് ഇളക്കി ആയതിനു ശേഷം ഞാനിതാ വെള്ളം ചേർത്തു. ഇതൊന്ന് തിളച്ച് വന്നിട്ട് നമുക്ക് ഉപ്പും പിന്നെ പുളിയൊക്കെ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇത് പുളി കുറച്ച് കുറവുണ്ടായിരുന്നു സുർക്ക, അപ്പോൾ ഞാൻ കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ സുർക്ക ഒഴിച്ച് കൊടുക്കാതെ കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ. പിന്നെ നമ്മളിതിൽ മധുരവും ചേർക്കുമല്ലോ, അപ്പോൾ പുളിയും മധുരവും ഉപ്പും കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഞാനിവിടെ ശർക്കര എപ്പോഴും പാനിയാക്കി ഫ്രിഡ്ജിൽ വെക്കാറുണ്ട്, മക്കൾക്ക് കുറുക്ക് കൊടുക്കാനോ, അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ പഞ്ചസാരക്ക് പകരം ചായയിൽ ശർക്കര പാനിയോ ഉപയോഗിക്കുക കേട്ടോ. ഇടയ്ക്കൊക്കെ മക്കൾക്കും അങ്ങനെ തന്നെ കൊടുക്കുക. ബൂസ്റ്റ് ഹോർലിക്സൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതായി കുപ്പിയിൽ എപ്പോഴും ഇവിടെ ശർക്കരപ്പാനി ഞാൻ സ്റ്റോക്കാക്കി വെക്കാറുണ്ട്. പൊഴിച്ചത് ശർക്കരപ്പാനിയാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും ശർക്കര കിട്ടിയാലും ഞാൻ അപ്പോഴേ ഇതാക്കി വെക്കാറുണ്ട്. അപ്പോൾ ഞാൻ എല്ലാം ഒഴിച്ച് കൊടുത്തു. ഞാൻ ലാസ്റ്റ് ഇത് പിന്നെ നല്ലോണം തിളച്ച് വരുമ്പോൾ ഒന്ന് കുറുകിയിരിക്കുമല്ലോ, ഗ്രേവി പോലെ അച്ചാർ നല്ല അങ്ങനെ വേണ്ടി ഇച്ചിരി ഒരു 1/2 സ്പൂണ് കോൺഫ്ലവർ കലക്കി വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇതിൽ കാണിക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് നമുക്കൊരു കുറുകിയിരിക്കുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാൻ എല്ലാത്തിലും അങ്ങനെയുള്ള ഇടയ്ക്ക് എനിക്കങ്ങനെ തോന്നുകയാണെങ്കിൽ മാത്രം ഞാൻ അച്ചാറിൽ ചേർക്കാറുണ്ട്. വളരെ കുറച്ച് 1/2 സ്പൂണേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതാ എല്ലാം ആയി. ഉപ്പും എരിവും മുളകും മധുരവും ഒക്കെ നല്ല പാകത്തിനായിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, സപ്പോർട്ട് ചെയ്യുക.